സത്യത്തിൽ ഇതിൽ ഞാൻ മറുപടി പറയേണ്ട അല്ലെ പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ പ്രതികരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് അവരുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. അവരുടെ ഇടയിലുള്ള പ്രശ്നമൊന്നും സത്യത്തിൽ പുറത്തു പറയാൻ പറ്റുന്നതല്ല, നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്തതൊക്കെ അന്ന് ഓണായിരുന്ന മൈക്കുകളുടെ മുമ്പിൽ നമ്മൾ കേട്ടതാണ്. അതാണ് അന്തരീക്ഷം. അപ്പൊ അത് അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. പക്ഷെ കുറച്ച് നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാൻ കേട്ടത് ഇത് CPM-ന്റെ തലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു കത്തില്ല, ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കിയതാണ്, എന്നിട്ട് CPM-നെ ആക്രമിക്കുകയാണ്. ഇത് എന്തൊരു മാനസികാവസ്ഥയാണ്? ഇവരുടെ കത്തെഴുതാനാണോ നമ്മുടെ പണി? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ എന്തൊക്കെ പണിയുണ്ട്? ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല. പറഞ്ഞില്ലേ നിങ്ങളോട്? പറഞ്ഞു. അതിപ്പോ നിങ്ങൾ വീണ്ടും മുൻ KPCC പ്രസിഡന്റിനെ വിളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞു? എന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ തന്നെ ഇട്ടതാണ്. പറഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ അനുഭവം. അപ്പൊ ഇദ്ദേഹം ഇന്ന് പറയാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. എഴുതിയോ എഴുതിയില്ലേ അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എന്തിനാണ് CPM-ന്റെ തലയിലിടുന്നത്? എന്നാൽ മുൻ KPCC പ്രസിഡന്റ് പറയുന്നു കത്ത് വ്യാജമല്ല, ഇല്ലേ? കത്തുണ്ട്, അതിനെക്കുറിച്ച് DGP-ക്ക് പരാതി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്കിടയിലെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ദയവായി ഞങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളുടെ തല നിങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡം പേറാനുള്ളതല്ല. നിങ്ങൾ തമ്മിൽ തീർത്തോളുക. അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല, അതില് ഒരു വീടിന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ പറയുന്നത് എന്താണ്? അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, വേറെ ആരോ ഒരു ഏജൻസിയാണ്. ഇദ്ദേഹം തറക്കല്ലിട്ടതാണ്. ഒരു നാടാകെ തകർന്നു പോയ ഒരു ഘട്ടത്തിൽ ഒരു MLA-യുടെ ഉത്തരവാദിത്വം എന്താ? ഇങ്ങനെ സഹായിക്കാൻ വരുന്ന പലരെയും കൂട്ടിയോജിപ്പിക്കലും ആ പ്രവർത്തനം സമയബന്ധിതമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കലും വല്ല വിധേനയും അത് മുടങ്ങിപ്പോയാൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി സഹായിക്കലും ഒക്കെ അല്ലേ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം? ആ കുട്ടിയാണെങ്കിൽ സമാനതകളില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നൊരു കുട്ടിയല്ലേ? അപ്പൊ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ ചേർത്ത് നിർത്തി സംരക്ഷിക്കേണ്ടതല്ലേ? അതിന് പകരം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് വഞ്ചനയല്ലേ? അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ വയനാടിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ. വയനാട് ഇപ്പൊ നമ്മുടെ മുൻപിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ശരിയായി ജനങ്ങളുടെ മുൻപിൽ നല്ല വെളിച്ചത്തിൽ നിർത്തിയിരിക്കുകയല്ലേ? മരണ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? പണ്ടെപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. കാരണം എന്താണ്? മരണവീടെന്ന് പറഞ്ഞാൽ മരിച്ചത് ആരുമാകട്ടെ കുറച്ചു പേരുടെ പ്രിയപ്പെട്ട ഒരാളാണ്. ആ കുടുംബാംഗങ്ങളുടെ, അയൽവക്കക്കാരുടെ, പരിചയക്കാരുടെ. ആ ദുഃഖസാന്ദ്രമായ ഒരിടത്ത് മോഷ്ടിക്കാൻ ചെല്ലാതിരിക്കുക എന്നത് മോഷ്ടാക്കളുടെ ഔചിത്യമാണ്. അപ്പൊ നൂറുകണക്കിന് മനുഷ്യർ ദയനീയമായി മരണമടഞ്ഞൊരിടത്ത്, ഒരു മരണഗ്രാമത്തിൽ, ഇനി അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായിട്ട് ആരെങ്കിലും വരുമെന്ന് അറിയില്ല, ഒരുപാട് പേർ മരിച്ച ഗ്രാമം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ ഗ്രാമത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിശേഷണം കൊടുത്തതല്ല. ഒരുപാട് പേർ ദുരന്തത്തിൽ മരിച്ച ആ ഗ്രാമത്തിൽ ഓടിയെത്തി ആ നിമിഷത്തിൽ പിരിവ് തുടങ്ങി ആ പണം മുഴുവൻ മോഷ്ടിച്ചതല്ലേ? മനസാക്ഷി എന്നൊന്നുണ്ടോ? മനുഷ്യൻ എന്ന പദത്തിന് ഇവർ അർഹരാണ്. എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് പറഞ്ഞില്ലേ? എവിടെയാ പണം? ആ സംയുക്ത അക്കൗണ്ടിലെ പണം എത്രയുണ്ട്? കണക്ക് വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം, വീട് പണി കഴിഞ്ഞതിന് ശേഷം. അവസാനം അതാണ് കേരളത്തിന്റെ വിജയം. കണക്ക് പറയിപ്പിച്ചു. വീട് പണി കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ കണക്ക് അതിന് മുൻപ് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പറയിപ്പിച്ചു. സംഗതി കള്ളക്കണക്കാണെന്നുള്ളൂ. ഓരോരുത്തരും പറഞ്ഞത് ഓരോ കണക്ക്. അപ്പോ പണം മോഷ്ടിച്ചവർ മാത്രമല്ല കള്ളക്കണക്ക് പറയുന്നവരുമാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞത്? പണം കഴിഞ്ഞു, തീർന്നു, ഇനി പണമില്ല, ഇനി വീണ്ടും പിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു. നടത്തിയ ഹൃദയശൂന്യമായ കൊള്ള, ഇനിയും കൊള്ള നടത്താനുള്ള തയ്യാറെടുപ്പ്, വൻ വഞ്ചന, ഇതെല്ലാം തുറന്നു കാണിക്കപ്പെട്ടു. ഇവരെങ്ങാനും അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് മലയാളി ഓർക്കേണ്ടത്. കേരളം അപഹരിക്കപ്പെടും. ഒരു സംസ്ഥാനം അപഹരിക്കപ്പെടുന്നതിനാണ് കോൺഗ്രസിന്റെ കയ്യിൽ എന്നെങ്കിലും അധികാരം കിട്ടിയാൽ ആ അധികാരം ഉപയോഗപ്പെടുത്തുക. അദ്ദേഹത്തിന്റെ കത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല. പ്രസംഗത്തിൽ തലേദിവസം പറഞ്ഞു, നമ്മൾ ആരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. പ്രസംഗത്തിലും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് പറയുന്നതാണ് നല്ലത്.
എന്നാലും പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരും അത് ഏറ്റുപിടിക്കാൻ പോയിട്ടില്ല. പകരം ഞങ്ങൾ ഉയർത്തിയ വിമർശനം മറ്റൊന്നാണ്. ശ്രീ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 25 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയാണ്. അതേപോലെ ഇവിടെയും ആക്കാനാണോ അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കട്ടെ. കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ഭരിക്കാൻ ഉപയോഗിക്കട്ടെ. അതിനുശേഷം ഇത്തരത്തിലുള്ള വാചകങ്ങളുമായിട്ട് വരുന്നതാണ് ഉചിതം. ഇപ്പോ പ്രതികരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിലാണ്. അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവമില്ലേ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. മുൻ KPCC പ്രസിഡന്റ് അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ്, ഒരു ജനാധിപത്യത്തിലെ സുപ്രധാനമായ പദവി വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടോ അദ്ദേഹത്തെക്കുറിച്ചോ പ്രതികരിക്കുമ്പോൾ ഞങ്ങളൊന്നും ഒരിക്കലും അതിരുവിട്ടൊന്നും പറയാറില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത് എത്രമാത്രം അരാഷ്ട്രീയമാണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എത്രമാത്രം അപ്പോളിറ്റിക്കലാണ്. ജനാധിപത്യത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാവില്ലേ? ജനാധിപത്യത്തിൽ ജയപരാജയങ്ങളുണ്ട്. അദ്ദേഹം തന്നെ പരാജയപ്പെട്ടിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വനവാസത്തിന് പോകണമെന്ന്? അദ്ദേഹം വനവാസത്തിന് പോയിട്ടുണ്ടോ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികളും ക്ഷേമ സങ്കല്പങ്ങളും ജനങ്ങളുടെ മുൻപാകെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാര്യമാണ്. ജയിക്കാം, തോൽക്കാം. ജയിച്ചാൽ ജയത്തിലൂടെ കിട്ടുന്ന അധിക ഉത്തരവാദിത്വങ്ങൾ നാടിനും ജനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ശരിയായി വിലയിരുത്തി പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ഇതാണ് ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതിനു പകരം ഞാൻ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറയാണ്. ഇന്ദിരാഗാന്ധി തോറ്റപ്പോ വനവാസത്തിന് പോയോ? കരുണാകരൻ തോറ്റപ്പോ വനവാസത്തിന് പോയോ? നമ്മളതൊന്നും കേട്ടിട്ടില്ല. ഇത് പറയുന്ന വാക്കുകൾ ഒരിക്കലും പാലിക്കേണ്ടതില്ല എന്നതുകൊണ്ടും ശരിയായ കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രമിച്ചാൽ പോലും പറയാനാവില്ല എന്നുമുള്ള സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതയല്ലല്ലോ പറയുന്നത്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും കാര്യം വസ്തുതയാണോ? KPCC പ്രസിഡന്റിന്റെ കത്തിന്റെ കാര്യം, ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം, വയനാട്ടിൽ വീട് പണി തുടങ്ങി, നിങ്ങൾ പോയി നോക്കുന്നല്ലേ പറഞ്ഞു. എന്തൊരു ആത്മവിശ്വാസത്തിലാണ് വെല്ലുവിളിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചത്? പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. വയനാട്ടിൽ വീട് പണി തുടങ്ങി, നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞപ്പോ ആ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നോ? പോയി നോക്കിയപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് മനസ്സിലായില്ലേ? അപ്പോ KPCC പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് അദ്ദേഹം പോകാതിരിക്കാൻ എന്താ പ്രാർത്ഥിക്കാമെന്നോ? വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണെ പോകേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം സ്ക്രൂ കയറ്റുകയാണ് വീണ്ടും. അവർക്കിടയിലുള്ള ചില വിഷയങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത അരാഷ്ട്രീയമായ ജൽപ്പനങ്ങളെയൊന്നും കണക്കിലെടുക്കാറേയില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ, RSSന്റെ വിധേയത്വം കൈവിടിഞ്ഞ് ആ വണങ്ങി നിൽക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് മതനിരപേക്ഷ ചേരിയോടൊപ്പം നിന്ന് ജനപക്ഷ രാഷ്ട്രീയം പറയാൻ തയ്യാറായാൽ നല്ലത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു ദയനീയമായ സാഹചര്യമുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വയനാട്ടിലെ സർക്കാർ ചെലവഴിച്ച കാശും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പറഞ്ഞത്. അതിന് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട കാര്യമില്ല. വിഡ്ഢിത്തോണി പറയുന്നത് അതെല്ലാം വ്യവസ്ഥാപിതമായ പരിശോധനകൾക്ക് വിധേയമാണ്. CMDRFൽ നിന്ന് ചെലവഴിക്കുന്ന ചില്ലിക്കാശ് പോലും സൂക്ഷ്മ പരിശോധനയ്ക്ക്, ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അതിന് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തെ സംവിധാനം അങ്ങനെയാണ്.